ഇനി ഒരാളിരുന്ന് കരയുന്നത് കാണാം. രാഷ്ട്രത്തോട് എന്ത് സ്നേഹാണെന്നോ. ജനങ്ങളെ മൊത്തം മറ്റേമോന്മാരാക്കുന്ന ആ പരിപാടി ഉണ്ടല്ലോ, അത് വേണ്ട കേട്ടോ. പൂക്കിയണ്ണ ആകെ 3125 ഓർഡിനറി ബസ്സുകൾ. അതിൽ തിരുവനന്തപുരം 687, കൊല്ലം 415, പത്തനംതിട്ട 150, ആലപ്പുഴ 227. ഇങ്ങനെ എല്ലാ ജില്ലകളിലെയും ബസ്സുകളുടെ ലിസ്റ്റ് നമുക്കിവിടെ കാണാം. ഇനി ഒരാളിരുന്ന് കരയുന്നത് കാണാം. രാഷ്ട്രത്തോട് എന്ത് സ്നേഹാണെന്നോ. ഇത് കേൾക്കുമ്പോ തോന്നും വായിക്കൂടെ അങ്ങ് അലിഞ്ഞു വരെയാണെന്ന്. സത്യം അറിയാതെ ഓരോന്ന് വിളിച്ചു പറയുന്ന ചില വ്യക്തികൾ. ജനങ്ങളെ മൊത്തം മറ്റേമോന്മാരാക്കുന്ന ആ പരിപാടി ഉണ്ടല്ലോ, അത് വേണ്ട കേട്ടോ. പൂക്കിയണ്ണ ആ പരിപാടി വേണ്ട. നിങ്ങളെ കൊണ്ട് കഴിയില്ലെങ്കിൽ, നിങ്ങൾക്ക് ആർജവമില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാ മതി. ഈ പരിപാടി കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ല, കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് ഇപ്പോൾ ഈ വിഷയം നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. നിങ്ങൾക്ക് തുറന്നു പറയാം, നിങ്ങൾക്ക് അധികാരത്തിൽ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞ കള്ളത്തരങ്ങളാണ് ഇത് എന്ന് പറഞ്ഞ് ജനങ്ങളോട് തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. മനസ്സിലായോ? നിങ്ങൾക്കെതിരെ പ്രതിപക്ഷം വന്ന് സമരം ചെയ്യാനോ അതിനോ ഒന്നും നിൽക്കില്ല. കാരണം പ്രതിപക്ഷത്തിനോ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്കും മനസ്സിലായി, നിങ്ങള് 1.5 മാസം കൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം പോലും കേരളത്തിൽ നടത്തി പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല എന്ന്. എന്താന്നായിരിക്കും ചോദിക്കുന്നത്. കണ്ടു നോക്ക് എന്താണ് കോൺഗ്രസ് കാണിക്കുന്നതെന്ന്. തിരുവനന്തപുരത്ത് കാണിക്കുന്ന പരിപാടികളാണ് ഇത്. തിരുവനന്തപുരത്താണ്. അപ്പൊ കേരളത്തിന്റെ അകത്ത് മൊത്തത്തില് ഓർഡിനറി ബസ്സുകൾ മൊത്തം സിറ്റി ബസ്സാക്കി മാറ്റുകയാണ്. അപ്പൊ കേരളത്തിൽ എവിടെ ഓർഡിനറി ബസ്? അപ്പൊ ഓർഡിനറി ആയിട്ട് ഇന്നലെ വരെ ഓടിക്കേണ്ടി നിന്ന ബസ്സുകൾ നാളെ മൊത്തത്തില് സിറ്റി ബസ് ആവുകയാണ്. അപ്പൊ സിറ്റി ബസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ വന്ന് കയറൂല. സ്ത്രീകൾ വന്ന് കയറുമ്പോ ഇത് സിറ്റി ബസ്സാണ്, ഓർഡിനറിയിലാണ് ഫ്രീ ഉള്ളത്. ഇത് ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടിയല്ലേ? നിങ്ങൾ പറയും. കേട്ടിട്ട് പൊതുജനം പറയുന്ന അടുത്തൊരു വാക്കുണ്ട്, വി.ഡി. സതീശൻ ജനങ്ങളെ പറ്റിച്ചു, ഓർഡിനറി എല്ലാം ഫാസ്റ്റാക്കി എന്ന് പറഞ്ഞു പരത്തുകയാണ്. ശരിക്കും ഞാൻ രാഷ്ട്രീയക്കാരിയൊന്നുമല്ല, രാഷ്ട്രീയം പറയുന്നതിനോട് താല്പര്യമില്ല. പക്ഷെ ഈ ചില സത്യങ്ങൾ മറച്ചു വെച്ച് കള്ളം പറയുമ്പോൾ സത്യം എന്താണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ പറയാൻ ഒരാഗ്രഹമുണ്ട്. അതുകൊണ്ട് പറയുന്നു എന്ന് മാത്രം. എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട എന്തെന്ന് വെച്ചാൽ, മിനിസ്റ്റർ അവിടെ നിന്ന് ഉത്തരവിടെയുള്ളൂ. ഓഫീസിലുള്ള ആഭ്യന്തര കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത് അതാത് ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരാണ്. അപ്പോൾ അതൊന്നും നമ്മുടെ മന്ത്രി അറിയുന്ന കാര്യങ്ങളേ അല്ല. പിന്നെ ഇതിൽ ഓരോ ജില്ലയിലും എത്ര വീത ഓർഡിനറി ഉണ്ടെന്നുള്ളത് ഞാൻ ആദ്യമേ അതിൻ്റെ ലിസ്റ്റ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഓർഡിനറികളെല്ലാം ഓർഡിനറികൾ തന്നെയാണ്. അപ്പോൾ ഓർഡിനറിയും ഫാസ്റ്റും തിരിച്ചറിയണമെങ്കിൽ അവർ പറഞ്ഞല്ലേ പറ്റൂ. അതാണ് അവർ ചെയ്യുന്നത്. നമുക്ക് ആ സത്യാവസ്ഥ എന്തെന്നൊന്ന് നോക്കാം. ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്, അതായത് ഇതിനകത്ത് സിറ്റി സൗജന്യ യാത്ര നടപ്പിലാക്കിയതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലും പ്രത്യേകിച്ച് CPM-ന്റെ സൈബർ ഹാൻഡിലുകളിലും ഒക്കെ വരുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണങ്ങളിലൊന്ന്, ഈ ബസ്സുകൾ ഈ സൗജന്യ യാത്ര നടപ്പാക്കിയതിന് പിന്നാലെ ഇതേ രീതിയിൽ, അതായത് തിരുവനന്തപുരത്ത് സിറ്റി ഫാസ്റ്റ് എന്ന രീതിയിലുള്ള സ്റ്റിക്കറുകൾ പതിച്ച് ഓർഡിനറി ബസ്സുകളുടെ എണ്ണം കുറച്ചു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം എന്താണ്? അതാണ് ഈ ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അതായത് ഇതിനകത്ത് സിറ്റി ഫാസ്റ്റ് എന്നുള്ളത് ഒരു പുതിയ ശ്രേണിയിൽ വന്ന ബസ്സല്ല. യഥാർത്ഥത്തിൽ 687 ഓർഡിനറി ബസ്സുകളാണ് പ്രിയദർശിനി സൗജന്യ യാത്ര ഉള്ള ബസ്സുകളായി മാറിയതെങ്കിൽ ഈ സിറ്റി ഫാസ്റ്റ് എന്ന് പറയുന്ന ബസ് നേരത്തെ ഉള്ളതാണ്. 2005 മുതൽ ഉള്ള ബസ്സുകളിൽ ഒന്നാണ് സിറ്റി ഫാസ്റ്റ്. സിറ്റി ഫാസ്റ്റിൽ ഇതിന്റെ ഫെയർ സ്റ്റേജിൽ വലിയ വ്യത്യാസമുണ്ട്. 12 രൂപയാണ് ഇതിനകത്ത് മിനിമം ചാർജ് എന്ന് പറയുന്നത്. ഓർഡിനറി ബസ്സിൽ അത് 10 രൂപയാണ്. 10 രൂപ ആയതുകൊണ്ട് തന്നെ പ്രിയദർശിനി സൗജന്യ യാത്ര ഉള്ള ബസ്സുകളിൽ സൗജന്യ യാത്രയാണെങ്കിൽ ഇതിനകത്ത് 12 രൂപയുള്ള ബസ്സിൽ ഇത് സൗജന്യ യാത്രയല്ല, അതിനകത്ത് ടിക്കറ്റ് നൽകണം. അതുകൊണ്ടാണ് ഈ ഒരു ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നതിനായി അല്ലെങ്കിൽ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട വിഷയം തിരിച്ചറിയുന്നതിനായി സിറ്റി ഫാസ്റ്റ് ബസ്സിൽ സ്റ്റിക്കർ പതിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം സൗജന്യ യാത്ര ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇതിനകത്ത് ഇല്ല. അതുകൊണ്ട് സിറ്റി ഫാസ്റ്റ് തിരിച്ചറിയാൻ വേണ്ടിയാണ് സ്റ്റിക്കർ പതിച്ചതെങ്കിലും അതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നായി മാറിയിട്ടുള്ളത്. അതായത് സിറ്റി ഫാസ്റ്റ് കൂടുതലാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം അങ്ങനെയല്ല. അനന്തപുരി ബസ് 2005 മുതലുള്ള അനന്തപുരി ബസ്സും അതുപോലെ തന്നെ പുതുതായി വന്ന സ്മാർട്ട് സിറ്റിയിൽ വന്ന ബസ്സുകളും, അതായത് സ്റ്റോപ്പ് കുറവുള്ള ബസ്സുകളാണ് സിറ്റി ഫാസ്റ്റായി മാറ്റിയത്. അങ്ങനെയാണ് അത് 384 ബസ്സുകൾ സിറ്റി ഫാസ്റ്റായി ഓടുന്നത്. യാഥാർത്ഥ്യം വളരെ കൃത്യമാണ്. സിറ്റി ഫാസ്റ്റും അതുപോലെ തന്നെ
ഓർഡിനറിയും വ്യത്യാസമാണ്. രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം തിരിച്ചറിയാതെ അല്ല ആളുകൾ കയറുന്നത്. ആളുകൾക്ക് അത് സംബന്ധിച്ചുള്ള കൃത്യമായ വ്യത്യാസം അറിയുകയും യാഥാർത്ഥ്യം ഇതാണ്. സിറ്റി ഫാസ്റ്റ് 384 ബസ്സുകൾ തലസ്ഥാനത്തുണ്ടെങ്കിൽ ഓർഡിനറി ബസ്സുകൾ 687 എണ്ണമുണ്ട്. അതിലാണ് പ്രിയദർശിനി സൗജന്യ യാത്ര ലഭിക്കുന്നത്. യാത്രക്കാർക്ക് കൃത്യമായി അറിയാം. അതല്ലാതെയാണ് ചില പ്രചാരണങ്ങൾ ഉണ്ടാകുന്നത്. മാത്രമല്ല മലബാറിലേക്കൊക്കെ പോകുമ്പോൾ പോയിന്റ് അതുപോലെ തന്നെ ലിമിറ്റഡ് സ്റ്റോപ്പ് ഫെയർ സ്റ്റേജ് പോയിന്റ് ടൗൺ ടു ടൗൺ ഗ്രാമവണ്ടി തുടങ്ങിയ ബസ്സുകളിലും ഈ സൗജന്യം ലഭിക്കുന്നുണ്ട്. ഇവിടെ സത്യം എന്താണെന്ന് മനസ്സിലായല്ലോ. അവര് പറഞ്ഞ അതേ ഓർഡിനറി നമ്പർ എല്ലാം അവിടെ ഉണ്ട്. ഇല്ല, ഈ സിറ്റി ഫാസ്റ്റ് ആൾക്കാർക്ക് തിരിച്ചറിയാൻ വേണ്ടി സ്റ്റിക്കർ ഒട്ടിച്ചതാണ്. ഇതിനെയാണ് ഈ പറയുന്ന ആൾക്കാര് പറയുന്നത്. തിരുവനന്തപുരത്തോടുന്ന അനന്തപുരി ബസ്സുണ്ട്, 174 അനന്തപുരി ബസ്സുണ്ട്. നരേന്ദ്രമോദി സർക്കാർ കൊടുത്ത ഫണ്ട് ഉപയോഗിച്ച് തിരുവനന്തപുരത്തോടുന്ന 174 അനന്തപുരി ബസ്സുകളും സിറ്റി ഫാസ്റ്റുകളായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് മാത്രം 800ഓളം വരുന്ന ഓർഡിനറി ബസ്സുകൾ ഉണ്ടായിരുന്ന തിരുവനന്തപുരത്ത് ഇന്ന് അത് 200 ബസ്സിന് താഴെയായിട്ട് കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നാട്ടുകാർക്ക് താങ്കൾ പറഞ്ഞതോടുകൂടി യാഥാർത്ഥ്യം ഒന്നുകൂടി മനസ്സിലായി. സതീഷേട്ടാ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ലേഡീസിനെ പറ്റിക്കുന്നത്? സിറ്റി ഫാസ്റ്റ്, എല്ലാ ബസ്സിന്റെ മേലെയും സിറ്റി ഫാസ്റ്റ് എഴുതിയാ മതിയല്ലോ അല്ലെ? അപ്പൊ ഓർഡിനറി ബസ് എങ്ങനെയാന്ന് നമ്മൾ കണ്ടെത്തുക? ഒന്ന് അതും കൂടി പറഞ്ഞു തരണം. എന്താ അല്ലെ പ്രബുദ്ധ മലയാളികളെ പറ്റിക്കാൻ ഇവനെ കഴിഞ്ഞിട്ടേ ആളില്ലു. എന്തൊക്കെയായിരുന്നു വാഗ്ദാനങ്ങള്. KSRTC-യില് ഫ്രീ യാത്ര സ്ത്രീകൾക്ക്. ഇനി എല്ലാ KSRTC-ന്റെ മേലെയും സിറ്റി ഫാസ്റ്റ് എഴുതിയാ മതിയല്ലോ. നീ ഉൾപ്പെടെയുള്ള ആൾക്കാർ രക്ഷപ്പെട്ടല്ലോ. കുറച്ച് സ്ത്രീകളെ കണ്ണു പൊട്ടിക്കാനായി, അത്രയേ ഉള്ളൂ. എന്തുവാണ് ഇതൊക്കെ? താരൊക്കെ മന്ത്രിയാണെന്ന് പറയാൻ തന്നെ നാണവും മാനമില്ലേ? കഷ്ടം തന്നെ എന്റെ VD സതീശേട്ടാ. കുട്ടി, നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? ഒരു മുഖ്യമന്ത്രിയെ എടാ പോടാന്ന് വിളിക്കാമോ? നിന്നെ ആരിതൊക്കെ പഠിപ്പിച്ചു വിട്ടു? നിനക്ക് എന്ത് അധികാരമാണ് ഇങ്ങനെ വിളിക്കാൻ? നീ ഒരു പേജ് നടത്തുന്നു എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. നീ ഭൂലോക അധികാരപ്പെട്ടവളാണോ? നിനക്ക് ആരും ഇതൊക്കെ അധികാരം തന്നു? മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ നിന്റെ പേര് കേസ് എടുക്കാൻ പറ്റും. മനസ്സിലായോ? ഒരു വ്യക്തി ഒരു നന്മ സമൂഹത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അത് ആദ്യ പടിയെന്നാണ്. അത് ചെറിയ രീതിയിൽ തുടങ്ങാൻ പറ്റൂ. ഒരു കുഞ്ഞ് ജനിച്ചാൽ തന്നെ അത് ആദ്യമേ എണീറ്റ് നടന്നങ്ങ് പോകൂല. ഒന്ന് ഇരുന്ന് പിന്നെ എണീറ്റ് നിന്ന് അങ്ങനെ പതിയെ പോകാൻ പറ്റൂ. ഒരു സംസ്ഥാനത്തിന്റെ കാര്യമാണ് ഈ ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ച് അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. ഒരു ഭരണകൂടത്തിൽ ഇരിക്കുമ്പോൾ ആ ഭരണകർത്താക്കൾക്ക് ആ സംസ്ഥാനത്തിന്റെ കാര്യങ്ങളെല്ലാം ഒന്ന് എല്ലാവരുമായിട്ട് ആലോചിച്ച് കൂടി മാത്രമേ തീരുമാനിക്കാൻ പറ്റൂ. അത് മനസ്സിലാക്കുക. ഇനി ഇതിന്റെ നന്മ അനുഭവിച്ചവർ എന്ത് പറയുന്നു ഒന്നും കൂടെ കുട്ടി കേക്ക്. സന്തോഷായി മോളെ. ഞാനൊക്കെ എന്റെ ഭർത്താവിന് സുഖമില്ലാത്ത ഭർത്താവാണ്. അപ്പോ ചില സമയത്ത് ഫുഡൊന്നും കൂടി ഒരുപാട് കഷ്ടപ്പെടും. അപ്പൊ ഇങ്ങനെ ഒരു നല്ല നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ബസ് വിട്ട് തന്നപ്പോ ഗവൺമെന്റിന് നല്ല നന്ദി പറയുന്നു. എനിക്ക് ആ 3000 രൂപ കൊണ്ട് എന്റെ കെട്ടിയവന് മരുന്ന് മേടിച്ചു കൊടുക്കാൻ എനിക്ക് വളരെ സന്തോഷമായി. ഇനി അദ്ദേഹം ഏതൊക്കെ മേഖലകളിൽ വികസനം വരുത്തുന്നു എന്ന് പറയുന്നതും കൂടെ ആലോചിക്കും. പാവപ്പെട്ടവരെ കരുതുന്ന പല കാര്യങ്ങളും ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു അവസരം കൊടുക്ക്. ഒന്ന്, പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് നടത്തുന്ന ആളുകൾക്ക് ഒരു ഉത്കണ്ഠയുണ്ട്, സ്വാഭാവികമാണ്. ഞാൻ അവരോട് പറയുന്നു, നിങ്ങൾ ഇനി മുതൽ പ്രൈവറ്റ് ട്രാൻസ്പോർട്ടുകാരല്ല, നിങ്ങളും പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ ഭാഗമാണ്. കാരണം ട്രാൻസ്പോർട്ട് ബസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഈ പാവപ്പെട്ടവരെ കൊണ്ടുപോകുന്നത് സ്വകാര്യ ബസ്സുകളാണ്. പണ്ടൊക്കെ മുതലാളിമാരാണ് എന്ന് നമ്മൾ പറയും. ബസ് മുതലാളി ഇപ്പൊ ഇല്ല. ഇപ്പൊ ബസ് മുതലാളിയായിട്ട് വീട്ടിലിരുന്ന ബസ് വേറെ വഴിക്ക് പോകും. ഒന്നുകിൽ കണ്ടക്ടറായിട്ട്, അല്ലെങ്കിൽ ചെക്കറായിട്ട്, അല്ലെങ്കിൽ ക്ലീനറായിട്ട് വണ്ടി കയറണ മുതലാളി കൂടി. ആ ഒരു കാലമാണ്. ട്രാൻസ്പോർട്ട് ബിസിനസ് നല്ല ക്രൈസിസിലാണ്. ഈ ഗവൺമെന്റ് അതിനെ കുറിച്ച് നന്നായി പഠിച്ചിട്ടുണ്ട്. അവർക്ക് കയറി വരാനുള്ള അന്തരീക്ഷം കൂടി ഈ സർക്കാർ ഉണ്ടാക്കുമെന്ന് ഞാൻ അവർക്ക് വാക്ക് നൽകുന്നു. കേരളത്തിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം മികച്ചതാക്കണം എന്നതാണ് ഈ സർക്കാരിന്റെ സ്വപ്നം. പ്രത്യേകിച്ച് അർബൻ പ്ലാനിങ്ങിന്റെ ഭാഗമായി നഗരങ്ങളിൽ, ഇപ്പൊ കൊച്ചിയിലാണ് ഞാൻ. കൊച്ചിയിലെ ഹൈക്കോടതിയിൽ 2000 വക്കീലന്മാർ വരുന്നുണ്ട്. 2000 കാറുമായിട്ടാണ് ഇവർ വരുന്നത്. അതിന്റെ ആവശ്യമില്ല. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മികച്ചതാണെങ്കിൽ
വക്കീലിന് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി നിന്നാൽ, ഡോക്ടർക്ക്, എഞ്ചിനീയർക്ക്, ജീവനക്കാർക്ക് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി നിന്നാൽ ഏത് ഡെസ്റ്റിനേഷനിലും പോകുന്ന ഒരു പൊതു ഗതാഗത സംവിധാനം ഉണ്ടെങ്കിൽ അവർ ഈ വണ്ടി എടുക്കില്ല. അപ്പൊ അവർക്ക് ആ വണ്ടിയിൽ കയറി വരാം. അപ്പൊ നമ്മുടെ ഈ നഗരങ്ങളിലെ വാഹനങ്ങളുടെ സാന്ദ്രത കുറയ്ക്കാം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു അർബൻ പ്ലാനിങ്ങും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തെ കുറിച്ചും ഈ ഗവൺമെന്റ് ഗൗരവതരമായി ആലോചിക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഇങ്ങനെയും ചില ആൾക്കാര് എങ്ങനെ ചെയ്യാം, എന്ത് ചെയ്യാം എന്ന് ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കാതെ അവരെ മൂട്ടിയിറക്കണം. അതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. ഇവിടെ കടമാത്രത്തിൽ ബസ് തടഞ്ഞുകൊണ്ടൊരു പ്രതിഷേധമാണ് കോട്ടയത്ത് മഹിളാ മോർച്ച പ്രവർത്തകരെയും BJP പ്രവർത്തകരും. കുറ്റം നോക്കിയിരുന്ന് കണ്ടുപിടിച്ച് അതിനെതിരായി പ്രതികരിക്കുന്ന വേറെ കുറെ ആൾക്കാര് മിക്കവാറും തൊഴിലെടുക്കുന്ന സ്ത്രീകളാണ്. ഈ തൊഴിലെടുക്കുന്ന സ്ത്രീകളെ ഉദ്ദേശിച്ചാണ് ഈ ഒരു സൗജന്യ യാത്ര ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗവൺമെന്റ് ചെയ്യേണ്ടിയിരിക്കുന്നത് അതിന്റെ ടൈം മാറ്റണം. അതിന്റെ സമയം 6 മണി മുതൽ 6 മണി വരെ ആക്കണം. എങ്കിൽ 9 മണി മുതൽ ആണോ? ഇന്നലെ 9 മണി മുതൽ. ഓ, എന്നാ അത് എനിക്ക് എന്താ ഞാൻ കേട്ടത് 9 മണി മുതൽ എന്നാണ്. സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതൊന്നും സമ്മതിക്കൂല. ഞാൻ ചെയ്യാത്ത കാര്യം മറ്റൊരാൾ ചെയ്യരുത്. ഇതാണ് പല സ്ഥലത്തും പലരുടെയും ചിന്ത. എങ്ങനെ താഴെ ഇറക്കാം? ഇവര് ഓരോരുത്തരും നോക്കിയിരിക്കുന്നത് ഇതിനിടയിൽ എന്ത് കുറ്റമുണ്ടെന്ന് കണ്ടുപിടിക്കാനാണ്. നിങ്ങളൊരു കാര്യം ചെയ്യാം, ഇവരൊന്ന് ചെയ്ത് വെക്കട്ടെ. തുടർന്ന് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അതിനെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. അതാണ് മിടുക്ക്. അല്ലാതെ കുറ്റം കണ്ടുപിടിച്ച് ഒന്നും ചെയ്യാൻ സമ്മതിക്കാതിരിക്കുന്നതല്ല.